ഒരു സ്ഥലത്ത് പ്രത്യേക മീറ്റിംഗുകൾ നടത്താൻ ചെന്നു. മീറ്റിംഗ് രാത്രിയിലായിരുന്നതിനാൽ പകൽ വീടുകൾ സന്ദർശിച്ച് സുവിശേഷ പ്രതികളും ലഘുലേഖയും വിതരണം ചെയ്തു. ഒരു വീട്ടിൽ ചെന്ന് പല പ്രാവശ്യം ബെല്ലടിച്ച് കാത്തുനിന്നു. ഒടുവിൽ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു. സുവിശേഷകൻ ആ സ്ത്രീയോട്, എനിക്ക് നിങ്ങളോട് രക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. താങ്കൾ ഒരു സുവിശേഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഖേദിക്കുന്നു, എനിക്ക് രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ഉണർവ് യോഗത്തിന് പോയിരുന്നു. ഒന്നിൽ കൂടുതൽ വിവാഹിതരായവർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ലെന്ന് അവിടെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ 5 പ്രാവശ്യം വിവാഹിതയായിട്ടുണ്ട്. അവരുടെ ചരിത്രം ആ സ്ത്രീ വിവരിച്ചു. എല്ലാം കേട്ടതിനു ശേഷം സുവിശേഷകൻ അവളോട്, നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയുടെ കാര്യം സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും വായിച്ചു കേൾപ്പിച്ചു. ഒന്നുകൂടെ വായിക്കാൻ അവൾ ആവശ്യപ്പെട്ടു. ആ സ്ത്രീ കരയാൻ തുടങ്ങി. അദ്ദേഹം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ രക്ഷിക്കപ്പെട്ടു. ആ ഉണർവ് യോഗങ്ങൾ തീരും മുൻപ് 15 ആളുകൾ ആ സ്ത്രീ മുഖാന്തരം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. സുവിശേഷം പ്രസംഗിക്കുന്നത് വേറെ പണിയില്ലാത്തതുകൊണ്ടല്ല. അത് നമ്മുടെ നിയോഗമാണ്. അത് നമ്മുടെ സൗകര്യമനുസരിച്ചല്ല. അത് നമ്മുടെ നിർബന്ധമാണ്. അത് യാദൃശ്ചികമല്ല. അതൊരു കൽപ്പനയാണ്. അതുകൊണ്ട് യേശുവിനെക്കുറിച്ച് പറയുക, വീണ്ടും പറയുക. പ്രാർത്ഥന മുകളിലേക്ക് ഉയർന്നപ്പോൾ ശക്തി താഴേക്ക് പകർന്നു. പ്രസംഗം തുടർന്നപ്പോൾ പീഡയുണ്ടായപ്പോൾ പിന്നെയും പ്രാർത്ഥന മുകളിലേക്ക് ഉയർന്നു. പിന്നെയും ശക്തി ഇറങ്ങി വന്നു. ഇത് തുടർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് സുവിശേഷം അറിയാൻ കഴിഞ്ഞു. നാം പറയാതെ അടുത്ത തലമുറ എങ്ങനെ കേൾക്കും?